الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله بسم الله العظيم القدرة والشان شديد البطش والبرهان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم يا بني آدم يا
أنزلنا عليكم لباسا قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم صنفان من أمتي لم أرهما وهم في النار قوم معهم صياط كأذناب البقر يضربون الناس بها ونساء كاسيات عاريات مائلات مميلات رؤوسهن كأسنمة البخت المائلة لا يدخلن الجنة ولا يجدن ريحها وإن ريحها لتجد مسيرة كذا وكذا صدق رسول الله സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീ ഏകാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ
വീടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ്, പ്രിയപ്പെട്ട അഹമ്മദ് ഉസ്താദ് അവറുകൾ, സദർ ഉസ്താദ് ഇബ്രാഹിം ഫൈസി അവറുകൾ, ബദിര മുസ്ലിം ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പരിപാലക സമിതി അംഗങ്ങളെ, ഹയാത്തുൽ ഹുദ മദ്രസയുടെ കരുത്തുറ്റ പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധവും പരിപാവനവുമായ റജബ് മാസത്തിൽ മതവിജ്ഞാന വേദിയിൽ ഒരുമിക്കുവാൻ അവസരം നൽകിയ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ എല്ലാ അർത്ഥത്തിലും കബൂലാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കുവാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ നിദാനമാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഒറ്റവർ, ഉടയവർ, ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് മറവട്ട് കിടക്കുന്ന വിശ്വാസികൾ, അല്ലാഹു ഏവർക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വസ്ത്രധാരണം പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായ നിലയിലുള്ള കാഴ്ചപ്പാട് നൽകുന്നത്. വസ്ത്രം ധരിച്ച നഗ്നകൾ എന്നുള്ളതാണ് നമുക്കിന്നിവിടെ സംവദിക്കുവാനുള്ള വിഷയം. പരിശുദ്ധ ഖുർആനും തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ മഹത്തുക്കളുടെ കിതാബുകളുടെ രചനകളിലുമെല്ലാം തന്നെ പരിശുദ്ധമായ വൃത്തിയുള്ള നല്ല വസ്ത്രധാരണത്തെക്കുറിച്ച്, അതിന്റെ അലങ്കാരത്തെക്കുറിച്ച്, അതിന്റെ പ്രൗഢിയെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പക്ഷേ ഈ വസ്ത്രധാരണ രീതി മനുഷ്യൻ ഇന്ന് വികലമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിനീതന്റെ ഇന്നത്തെ വിഷയം കൊണ്ടുപോകുന്നത് തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിലേക്കാണ്. പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയും ഇന്ന് അന്യമല്ല, മോശമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, അറിയുന്ന വസ്തുതയാണ്. എന്നിരുന്നാലും വിഷയത്തിന്റെ വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരിലേക്കാണല്ലോ, സ്ത്രീകളിലേക്കാണല്ലോ അത് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നതായ ഏതാനും ചില വിഷയങ്ങൾ, മർമ്മപ്രധാനമായ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് വിരമിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വസ്ത്രധാരണ രീതി മനുഷ്യന്റെ വികലമായ രീതിയിലേക്ക് കൊണ്ടുവന്നത്, അതിന് ദുർബോധനം നടത്തിയത് ആദ്യമായിട്ട് പിശാചാണ് എന്ന് ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന വസ്തുതയാണ്. പിശാചാണ് മനുഷ്യന്റെ വസ്ത്രധാരണ രീതിയെ ആദ്യമായി വികലമായി ചിത്രീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഒരു ഖലീഫയെ, ഒരു പ്രതിനിധിയെ നിശ്ചയിക്കണമെന്ന് അവൻ ലക്ഷ്യം വെക്കുകയും അതിനുവേണ്ടി കൂടിയാലോചനയ്ക്ക് വേണ്ടി മലക്കുകളോട് സംവദിക്കുകയും ചെയ്തപ്പോൾ, അല്ലാഹുവേ, ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വാരി വിതറുന്ന മാനവനെ എന്തിനു സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മലക്കുകൾ അതിന് പ്രതികരണം നൽകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ സൃഷ്ടിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിവുള്ളവൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ ലോകത്തുള്ള സർവ്വവിധ വസ്തുക്കളുടെയും നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും പഠിപ്പിച്ചു. എല്ലാം അറിവ് നേടിയതായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ മലക്കുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജഗന്നിയന്താവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ എതിരായിരുന്നല്ലോ. അഥവാ മനുഷ്യനെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കേണ്ട, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുമെന്നാണല്ലോ നിങ്ങളുടെ കമന്റുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ഈ കാണുന്നതായ ഈ നിരത്തി വച്ചിരിക്കുന്നതായ വസ്തുക്കൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ സർവ്വവിധ വസ്തുക്കളെയും മലക്കുകളുടെ മുന്നിലേക്ക് പ്രൊസീഡ് ചെയ്തിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ വസ്തുക്കളുടെ മുഴുവൻ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും നിങ്ങൾ എനിക്ക് വിവരിച്ചു. എന്നാൽ നിങ്ങളാണ് ഏറ്റവും മേന്മയുള്ളവർ, ആദമിനേക്കാൾ നിങ്ങളാണ് ഏറ്റവും പവിത്രതയുള്ളത് എന്ന് ഞാൻ അംഗീകരിക്കുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ മലക്കുകൾ ഒന്നടങ്കം കൈമലർത്തി, അല്ലാഹുവേ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നീയാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, നിനക്ക് മാത്രമാണ് വിജ്ഞാനമുള്ളവൻ. ഞങ്ങൾക്ക് അറിവില്ല പടച്ച റബ്ബേ, അറിവില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം. നീ നിരത്തി വെച്ചിരിക്കുന്ന സർവ്വവിധ വസ്തുക്കളും നീ പഠിപ്പിച്ചു തരാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മറുപടി കേട്ടുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഈ വസ്തുക്കളുടെ മുഴുവൻ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും മലക്കുകൾക്ക് നീ വിവരിച്ചു കൊടുത്തു. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യ പ്രവാചകനും ആദ്യമ മനുഷ്യനുമായ ആദം നബി അവിടെ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മലക്കുകൾ ഒന്നടങ്കം സാഗൂതം ശ്രദ്ധ ചെലുത്തി സർവരും കേട്ടു. എല്ലാ വസ്തുക്കളുടെയും നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും സർവ്വതും വിവരിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുകളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ശ്രവിച്ച് കേട്ടതായ വ്യക്തിത്വങ്ങളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആദരവ് അർപ്പിച്ചുകൊണ്ട് അറിവുള്ളവനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അവിടെ വെച്ചുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുന്നു. അറിവുള്ള വ്യക്തിയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ആ അറിവുള്ള വ്യക്തി ആദര സൂചകമായിട്ട് നിങ്ങൾ സുജൂദിൽ വർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നടങ്കം സുജൂദ് ചെയ്തു. എല്ലാ മലായിക്കത്തുകളും ഒന്നടങ്കം സുജൂദ് ചെയ്തു. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്കത് വിവരിച്ചു തരുന്നുണ്ട്. ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ واستكبر وكان من الكافرين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തപ്പോൾ മലക്കുകൾ ശ്രവിച്ചപ്പോൾ ആ മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദരവും ബഹുമാനവും വർദ്ധിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാ മലായികത്തുകളും ഒന്നടങ്കം സുജൂദ് ചെയ്തു. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ള സർവ്വവിധ മലക്കുകളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സുജൂദ് കൊണ്ട് വർത്തിച്ചു അത്രേ. ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ സുജൂദ് ചെയ്തു. എന്താ ഇബ്ലീസ് ചെയ്തത്? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അഹങ്കരിക്കുകയും അഹന്ത വെക്കുകയും ചെയ്തു ഇബ്ലീസ്. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ ആദം നബി അലൈഹിസ്സലാമിന്
തീ കൊണ്ട് സൃഷ്ടിച്ചതായ എന്നെ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ ഞാൻ സുജൂദ് ചെയ്യണമോ എന്ന് ജഗന്നിയന്താവായ പടച്ച റബ്ബിനോട് അവൻ ചോദിച്ചു അത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവനോട് ഗൗരവസ്വത്തിൽ അവനോട് വല്ലാത്ത രീതിയിൽ വല്ലാത്ത ഭാഷയിൽ വർത്തിച്ച ഇബ്ലീസ് എന്ന് പറയുന്ന പടച്ച റബ്ബിന്റെ അടിമയുടെ സ്വരച്ചേർച്ചയില്ലായ്മ കേട്ടപ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവനോടായി പറഞ്ഞു, ഖാല ഖുറുജ് ഫഇന്നക മിനസ് സാഗിരീൻ. ഓ ഇബ്ലീസേ, ഇതുവരെ എന്റേതായ കഴിവിൽ എന്റെ അധീനതയിൽ കഴിഞ്ഞിരുന്ന നീ എന്റെ മുന്നിലേക്ക് ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, ആദരവും ബഹുമാനവും വർത്തിക്കാത്തതിന്റെ പേരിൽ, അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദര സൂചകമായി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചപ്പോൾ എന്റെ കൽപ്പനകളെ തിരസ്കരിക്കുകയും തൃണവൽഗണിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഉഖ്റുജ് ഫഇന്നക മിനസ് സാഗിരീൻ. നീ പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗത്തിൽ നിന്ന്, അതിന്റെ അനുഭൂതിയിൽ നിന്നും ആസ്വാദനത്തിൽ നിന്നും നീ ഇറങ്ങി പോകുക. സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇബ്ലീസിന്റെ മനം മാറി. ഉടനെ തന്നെ അള്ളാഹുവിനോട് അവൻ അടവ് നയം. അവൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു, അള്ളാഹുവേ, പടച്ച റബ്ബേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സാവകാശം നൽകണം, ഉടനെ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത് റബ്ബേ. ഖാല അൻളിർനീ ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹുവേ, എന്റെ വിഷയത്തിൽ, എന്റെ ശിക്ഷയുടെ കാര്യത്തിൽ, അഥവാ നിന്നോട് ഞാൻ എതിര് പ്രവർത്തിച്ചല്ലോ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ, ഉടനെ തന്നെ നീ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത് അല്ലാ. ആദമെന്ന് പറയുന്ന നിന്റെ ഒരു സൃഷ്ടിക്ക്, മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതായ സൃഷ്ടിക്ക് സർവ്വവിധ വിജ്ഞാനങ്ങളും നീ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവനെ ആദര സൂചകമായി സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ നിന്റെ കൽപ്പനയ്ക്ക് തിരസ്കരിച്ചതിന്റെ പേരിൽ, നിന്റെ കൽപ്പനയെ ശിരസാ വഹിക്കാത്തതിന്റെ പേരിൽ എന്നെ ഉടനെ പിടിച്ച് ശിക്ഷിക്കരുത് അല്ലാ. ഖാല അൻളിർനീ ഇലാ യൗമി യുബഅസൂൻ. ഖിയാമത്ത് നാൾ വരെ, നാളെ സർവരെയും പുനർജീവിപ്പിക്കുന്ന വേള വരെ എന്റെ ശിക്ഷയെ ഒന്ന് പിന്തിപ്പിക്കണം അല്ലാ. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മറുപടിയും കൊടുത്തു. ഖാല ഫഇന്നക മിനൽ മുൻളരീൻ. ഓ ഇബ്ലീസേ, നീദാസ് എന്നെന്നും സാവകാശം ചെയ്തവരിൽപ്പെട്ടവനാണ്. നിനക്ക് സാവകാശം നൽകിയിരിക്കുന്നു. ഇനി ഖിയാമത്ത് നാൾ വരെ നിന്നെ പിന്തിപ്പിക്കും, ഒരിക്കലും നിന്നെ ശിക്ഷപ്പെടുത്തും. ഉടനെ തന്നെ അവിടെ വെച്ചുകൊണ്ട് അടവ് വീണ്ടും മാറ്റുന്നു ഇബ്ലീസ്. അവൻ വീണ്ടും വാഗ്വാദങ്ങൾക്ക് ഏർപ്പെടുകയാണ്. ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, ജഗന്നിയന്താവായ പടച്ച റബ്ബേ, പരിപാലകനെ, നീ എനിക്ക് പിന്തിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, നീ എനിക്ക് എന്റെ ശിക്ഷയെ പിന്തിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ പറയുന്നു, ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. നിന്റെ അടിമകളായ, നിന്റെ സച്ചരിതരായ അടിമകളെ അവരുടെ വഴിയിൽ നിന്ന്, അഥവാ സൽപാന്താവിൽ നിന്ന് ഞാൻ റൂട്ട് മാറ്റി തിരിക്കും കേട്ടോ. ലഅഖഉദന്ന ലഹും, നിശ്ചയം ജനങ്ങളെ വഴി പിഴപ്പിക്കാൻ വേണ്ടി ഞാനിരിക്കും, വഴി പിഴപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ നിലകൊള്ളും. സിറാതകൽ മുസ്തഖീം, നിന്റെ ഋജുവായ, നിന്റെ ശരിയായ പാതയുണ്ടല്ലോ, ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്താതെ അവരെ മുഴുവനും റൂട്ട് തിരിച്ചുവിടാൻ ഞാൻ ശ്രമിക്കും അല്ലാഹ്.
ഏത് നിലയ്ക്കാണ് ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. ആ ജനങ്ങൾ നടക്കുന്ന വഴിയിൽ അവരുടെ മുൻഭാഗത്തുകൂടിയും അവരുടെ പിൻഭാഗത്തുകൂടിയും അവരുടെ വലതു ഭാഗത്തുകൂടിയും അവരുടെ ഇടതു ഭാഗത്തുകൂടിയും എന്ന് വേണ്ട അവർക്ക് ഒരു നിലയ്ക്കും തന്നെ നന്മയിലേക്ക് എത്തിപ്പെടാത്ത നിലയ്ക്ക് ഞാൻ അവരെ തിന്മയിലേക്ക് നയിക്കുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തു അത്രേ. അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല, നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല എന്റെ മുത്തഖീങ്ങളായ അടിമകളെ, സച്ചരിതരായ അടിമകളെ ഒരിക്കലും തന്നെ നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല. ഇബ്ലീസ് ആലോചിച്ചു, തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടാൻ കാരണക്കാരനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടിയുള്ള ആലോചന അവസാനമായി അവൻ എത്തിച്ചേർന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുറത്താക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികളുടെ വസ്ത്രം മുറിയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. ഇത് സ്വർഗത്തിൽ വസിച്ചിരുന്നതായ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന ഇബ്ലീസിന് നേരത്തെ അറിവുള്ള ഒരു വസ്തുതയായിരുന്നു. എന്റെ വിഷയത്തിലേക്ക് സൂചികയായിട്ടാണ് ഞാൻ ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ചരിത്രമാണ് ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വർഗത്തിൽ നിന്നുള്ള നിഷ്കാസനം, അവിടെ നിന്നുള്ള ഇറക്കിവിടൽ. എന്നാൽ ആ ഇറക്കിവിടലിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്താണ് അതിന്റെ വസ്തുത. ഇബ്ലീസിന് മനസ്സിലായി തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടാൻ കാരണക്കാരനായ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ജഗന്നിയന്താവായ പടച്ച റബ്ബ് പുറത്താക്കണമെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസ്ത്രം ഉരിയപ്പെടണം. വസ്ത്രം ഉരിയപ്പെട്ടവർക്ക് സ്വർഗത്തിൽ കഴിയാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കി ഇബ്ലീസ് അതിനു വേണ്ടിയുള്ള തന്ത്രം നടത്തി. ഈ സമയത്താണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഭാര്യയിൽ നിന്ന് ഹവ്വ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയെ സൃഷ്ടിച്ചു. രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കടത്തിവിട്ടിട്ട് ജഗന്നിയന്താവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളിലും ആ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിലും കഴിഞ്ഞുകൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ രണ്ടുപേരും ചെയ്യണം. വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദമിനെയും ഹവ്വയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറഞ്ഞു അത്രേ, ഈ സ്വർഗത്തിലും അതിന്റെ ആസ്വാദനങ്ങളിലും മുഴുവനും നിങ്ങൾ ഭുജിക്കുകയും രമിക്കുകയും രസിക്കുകയും ചെയ്തു കൊള്ളുക. പക്ഷേ വലാ തഖറബാ ഹാദിഹി الشجرة, ഇക്കാണുന്നതായ മരത്തിന്റെ കായ്കനികൾ നിങ്ങൾ കഴിക്കരുതേ, ഭുജിക്കരുതേ. ഈ മരത്തിന്റെ കായ്കനികൾ ഒരിക്കലും തന്നെ നിങ്ങൾ ഭുജിക്കരുതേ. ഫതകൂനാ മിനൽ ളാലിമീൻ. പരിശുദ്ധമായ സ്വർഗത്തിലെ ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ഈ മരത്തിൻ്റെതായ കായ്കനികൾ ഒരിക്കലും തന്നെ നിങ്ങൾ കഴിക്കരുതേ, അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുതേ. അങ്ങനെ നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭുജിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അതുകൊണ്ട് ഏറ്റവും വലിയ അക്രമികളായി പരാജിതരായി പെട്ടുപോകും. അഥവാ സ്വർഗത്തിൽ നിന്ന് പുറത്താകലുണ്ടാകുമെന്നർത്ഥം. ഇത് വസ്തുത മനസ്സിലാക്കാതെ ആദമും ഹവ്വയും സ്വർഗത്തിലൂടെ അങ്ങനെ രസിച്ചും രമിച്ചും കഴിഞ്ഞുകൊള്ളു. രണ്ടുപേരും സുഖത്തിന്റെ ആസ്വാദനത്തിൽ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരിലേക്ക് കടന്നു വന്നു അത്രേ, അവരോട് ദുർബോധനം നടത്തിയത്രേ. ഫവസ്വസ ലഹുമശ്ശൈത്വാൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. ആദമും ഹവ്വയും രണ്ടാളുകളും സ്വർഗത്തിൽ നല്ല രീതിയിൽ രസിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ട് പോകുമ്പോ അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ദുർബോധനത്തിന്റെ മന്ത്രം നടത്തുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു ശപിച്ച സർവ്വവിധ മലക്കുകളും സർവ്വ അമ്പിയാക്കളും സർവ്വവിധ ജനങ്ങളും എന്നെന്നും ശപിച്ചുകൊണ്ടിരിക്കുന്ന ശാപവാക്കുകൾ നൽകുന്നതായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ വന്നുകൊണ്ട് ആദ്യ പിതാവായ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പ്രിയപ്പെട്ട ഭാര്യ ഹവ്വായിനെയും ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രം മെനയുകയാണ്. അവർ രണ്ടാളുകളോടും വന്ന് ദുർബോധനം നടത്തുകയാണ്. ഫവസ്വസ ലഹുമശ്ശൈത്വാൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. അവരുടെ രണ്ടാളുകളുടെയും ശരീരത്തിലേക്ക് പതിഞ്ഞിരിക്കുന്ന അവരുടെ വസ്ത്രങ്ങൾ ഉരിയപ്പെടാൻ വേണ്ടി, അവരുടെ നഗ്നത മറച്ചിരിക്കുന്നതായ വസ്ത്രം അത് വെളിവായി കൊണ്ടവരുടെ നഗ്നത പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ ഇബ്ലീസ് കുതന്ത്രം മെനഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ. ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. രണ്ടുപേരുടെയും നഗ്നത മറച്ചിരിക്കുന്നതായ വസ്ത്രം അത് എങ്ങനെയെങ്കിലും ഉരിയപ്പെടണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി രണ്ടാളുകളോടും വന്ന് ദുർബോധനം നടത്തി. അവൻ വന്നുകൊണ്ട് പറഞ്ഞു, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. ഓ ആദമേ ഹവ്വേ, ഈ കാണുന്നതായ മരത്തിന്റെ കായ്കനികൾ നിങ്ങൾ കഴിക്കരുതേ, അതിന്റെ കായ്കനികൾ ഭുജിക്കരുതേ എന്ന് പടച്ച റബ്ബ് നിങ്ങളോട് വിലക്കാനുള്ള കാരണം അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ആ കായ്കനികൾ കഴിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെതായ ഭക്ഷണങ്ങൾ രുചിച്ചു കഴിഞ്ഞാൽ, ആ കായ്കനികൾ കഴിക്കലോടുകൂടി ഭുജിക്കലോടുകൂടി നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടും കേട്ടോ. ആ മലക്കിന്റെ പദവിയിലേക്ക്, അഥവാ ഒരിക്കലും തന്നെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെ മാലിന്യങ്ങൾ ഒഴുക്കാതെ ഒരു നിലയ്ക്കും ടോയ്ലറ്റിന്റെ ആവശ്യം പോലുമില്ലാതെ 24 മണിക്കൂറും ജഗന്നിയന്താവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണല്ലോ മലക്കുകൾ. ആ മലക്കുകളുടെ ഉന്നതമായ പദവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ കായ്കനികൾ കഴിക്കരുതേ എന്ന് ജഗന്നിയന്താവായ പടച്ച റബ്ബ് നിങ്ങളോട് വിലക്കാനുള്ള കാരണം. അതുകൊണ്ട് നിങ്ങളത് കേൾക്കേണ്ടതില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ കായ്കനികൾ കഴിച്ചുകൊള്ളുക. മറ്റൊരു ഖിറാഅത്തിലുണ്ട്, വഫീ ഖിറാഅത്തിൽ മലിക്കൈനി, നിങ്ങൾ ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെടുന്നതിന് രാജാക്കന്മാരെ പോലെ രാജാവും രാജ്ഞികളുമായി നിങ്ങൾ ഈ സ്വർഗ്ഗലോകത്ത് കഴിയുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങളോട് അതിന്റെ കായ്കനികൾ കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണമെന്ന് ശൈത്താൻ വന്നുകൊണ്ട് ദുർബോധന നടത്തുകയാണ്. ഇബ്ലീസ് വന്നുകൊണ്ട് ദുർബോധന നടത്തി. ഇത് കേട്ടപ്പോൾ മനസ്സിന് ചാഞ്ചല്യം വന്നുപോയി. ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാഇന്റെയും രണ്ടാളുകളും മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ ലക്ഷ്യം വെച്ചു അത്രേ. മലക്കിന്റെ പദവിയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്
അള്ളാഹുവിനെ പൂർണ്ണമായി ഇബാദത്ത് ചെയ്യാനുള്ള മനസ്ഥിതിയും സന്തോഷവും കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പദവിയിലേക്ക് ദർജയിലേക്ക് ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി രണ്ടാളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ തിരസ്കരിക്കുകയാണ്. ഇബ്ലീസിന്റെ വാക്ക് ഏറ്റെടുക്കുന്നു. രണ്ടാളുകളും ഭക്ഷണം രുചിക്കാൻ തുടങ്ങി. ഫലമ്മാ ذاق الشجرة. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദര, വസ്ത്രം ധരിച്ച നഗ്നകളെന്ന പരിശുദ്ധമായ വിഷയത്തിലേക്ക് സൂചികയായിക്കൊണ്ടാണ് ഈ ചരിത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ വിവരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ശൈത്താൻ വന്നുകൊണ്ട് പിന്നെയും ആണയിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉപദേശം നൽകുന്നവനാണെന്ന് പറഞ്ഞപ്പോ ആ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ വീണുകൊണ്ട് ആദമും ഹവ്വയും പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും രണ്ടാളുകളും ആ മരത്തിന്റെ കായ്കനികൾ പറിച്ചെടുത്ത് ചുണ്ടിലേക്ക് വെച്ച് ചേർത്തുകൊണ്ട് അവരുടെ കഴിക്കാൻ വേണ്ടി തൊണ്ടയിലേക്ക് ഇറക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോ അവർ രണ്ടാളുകളും ആ മരത്തിന്റെ കായ്കനികൾ രുചിച്ചപ്പോൾ ബദത് ലഹുമാ സൗആതുഹുമാ. അതാണ് നമ്മുടെ വിഷയം. ബദത് ലഹുമാ സൗആതുഹുമാ. രണ്ടുപേരുടെയും നഗ്നത വെളിവായി, വസ്ത്രം മുറിയപ്പെട്ടു. ബദത് ലഹുമാ സൗആതുഹുമാ. രണ്ടുപേരുടെയും വസ്ത്രം ഉരിയപ്പെട്ടുവത്രേ. ജഗന്നിയന്താവായ പടച്ച റബ്ബ് വിലക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചതിലൂടെ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടാളുകളോടുമായി ചോദിച്ചുവത്രേ, വഖാല മാ നഹാകുമാ വഖാല അലം അൻഹകുമാ അൻ തിൽകുമാ الشجرة وأقول لكما إن الشيطان لكما عدو مبين. ഓ ആദമേ ഹവ്വേ, നിങ്ങൾ രണ്ടാളുകളോടും ആ മരത്തിന്റെ കായ്കനികൾ കഴിക്കരുതേ ഭുജിക്കരുതേ എന്ന് പറഞ്ഞിട്ട് എന്റെ വിലക്കുകളെ മറന്നുകൊണ്ട് എന്റെ വിലക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് നിങ്ങൾ കഴിച്ചതെന്തിനാണ്? അത് കാരണമായി നിങ്ങളുടെ വസ്ത്രം മുറിയപ്പെട്ടില്ലയോ? അതുകൊണ്ട് ഇനി പരിശുദ്ധമായ സ്വർഗത്തിൽ നിങ്ങൾ രണ്ടാളുകളും വസിക്കണ്ട. സ്വർഗത്തിൽ നിന്ന് രണ്ടാളുകളെയും പുറത്താക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ സ്വർഗത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ആനന്ദ തുന്തിരരായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ആ സ്വർഗത്തിന്റെ പരിമളത്തിൽ നിന്ന്, ആസ്വാദനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടതുകൊണ്ടാണ്. ഒരു സെക്കൻഡ് ശൈത്താനിന്റെ ദുർബോധനത്തിന് വഴങ്ങി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാഹു വിരോധിച്ചതായ കായ്കനികൾ ഭുജിച്ചതിന്റെ പേരിൽ ഒരു സെക്കൻഡ് വസ്ത്രമുരിയപ്പെട്ടപ്പോ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്ത് ചെയ്തെന്നറിയുമോ? വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. സ്വർഗത്തിൻ്റെതായ ഇലകൾ പറിച്ചെടുത്ത്, മരത്തിൻ്റെതായ ഇലകൾ പറിച്ചെടുത്ത് വേഗം തന്നെ അവരുടെ നാണം മറച്ചു വച്ചേ, ശരീരത്തിലേക്ക് ചേർത്ത് ഒട്ടിച്ചു വെച്ചു അത്രേ. وَتَفِقَا يَخْصِفَانِ عَلَيْهِمَا مِنْ وَرَقِ الْجَنَّةِ. ആദമും ഹവ്വയുടെയും രണ്ടുപേരുടെയും വസ്ത്രമുരിയപ്പെട്ടപ്പോൾ വേഗം തന്നെ സ്വർഗത്തിൻ്റെതായ ഇലകൾ പറിച്ചെടുത്ത് രണ്ടാളുകളും അവരുടെ നാണം മറച്ചു അത്രേ. രണ്ടാളുകളും നാണം മറച്ചു വേഗം തന്നെ
പക്ഷേ എങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്, അവരെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, നീ ഖേദിക്കണേ, നീ ദുഃഖിക്കണേ. പരിശുദ്ധമായ ഈ ചരിത്രം കേട്ടിട്ട്, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമുക്ക് ഈ പറഞ്ഞു നൽകിയ ചരിത്രം കേട്ടിട്ട് നിനക്ക് എങ്ങനെയാണ് 24 മണിക്കൂറും വിവസ്ത്രയായി തലയിൽ തുണിയില്ലാതെ മോശമായ രീതിയിൽ ഈ ദുനിയാവിലൂടെ നടക്കാൻ നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത്? പരിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്കല്ലയോ നമ്മൾ പോവേണ്ടതും അവിടത്തേക്കല്ലയോ നമ്മൾ പ്രവർത്തിക്കേണ്ടതും? മനുഷ്യന്റെ 5 ഘട്ടങ്ങളാകുന്ന ജീവിതത്തിൽ വെച്ചുകൊണ്ട് നശ്വരമായ ഏറ്റവും നിന്ദ്യവും നിസാരമായ ഏറ്റവും മോശമായ ലോകമാണല്ലോ ജഗന്നിയന്താവായ പടച്ചറപ്പ് നമുക്ക് നൽകിയ ഈ ദുനിയാവ്, ഈ നശ്വരമായ ലോകം. 60 70 വയസ്സ് മാത്രം ജീവിക്കുന്ന നാം മോശമായ രീതിയിൽ, വികലമായ രീതിയിൽ വസ്ത്രവിധാനം നടത്തലിലൂടെ എങ്ങനെയാ നമുക്ക് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ആ സ്വർഗലോകത്ത് സ്വൈരവിഹാരത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അതിൽ നിന്ന് ഇറങ്ങി പോരാനുള്ള കാരണം തന്നെ ഒരു സെക്കൻഡ് വസ്ത്രം മുറിയപ്പെട്ടത് കൊണ്ടാണ്. 24 മണിക്കൂറും വിവസ്ത്രയായി നടക്കുന്ന ഉമ്മ ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക്, നമ്മൾക്ക് എത്തേണ്ടതായ തറവാട്ടിലേക്ക് എങ്ങനെയാ നമുക്ക് ചെല്ലാൻ സാധിക്കുക? എങ്ങനെയാ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുക? അതിനുവേണ്ടിയാണ് ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. എല്ലാവരും പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഉപ്പയും ഉമ്മയും അവർ ആവോളം തിന്നതിന്റെ പേരിലാണ്, വിലക്കി വെച്ചതായ കായികനികൾ തിന്നതിന്റെ പേരിലാണ് സ്വർഗത്തിൽ നിറക്കി വിട്ടത്. സത്യത്തിൽ വസ്തുത അതല്ല. അവർ കഴിച്ചപ്പോൾ അവരുടെ വസ്ത്രം മുറിയപ്പെട്ടതിന്റെ പേരിലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഈ രീതിയിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുർബോധനത്തിന് അടിമപ്പെടുത്തി മനുഷ്യന്റെ നന്മകൾ നിന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചുവിട്ടത് ആദ്യമായി ശൈത്താൻ നടത്തിയ വസ്വാസ്, ആദ്യമായി ശൈത്താൻ നടത്തിയ ദുർബോധനം അത് വസ്ത്രധാരണ രീതിയിലാണ്. ശൈത്താൻ ആദ്യമായിട്ട് മനുഷ്യനെ പിഴപ്പിക്കുമെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ ശപഥം ചെയ്തിട്ട് ആദ്യമായി ശൈത്താൻ പിഴപ്പിച്ചത് വസ്ത്രധാരണ രീതിയിലാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട. കള്ളു കുടിപ്പിച്ചോ ഇല്ലെങ്കിൽ വ്യഭിചരിപ്പിച്ചോ അല്ല ആദ്യമായിട്ട് ശൈത്താൻ ദുർബോധനം നടത്തിയത്. ആദ്യം തന്നെ ശൈത്താൻ കൊണ്ടുവന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് വസ്ത്രം മുറിയിപ്പിക്കുകയായിരുന്നു സ്വർഗ്ഗത്തിൽ. അങ്ങനെ ഭൂമി ലോകത്തേക്ക് ഇറക്കി വിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ എന്നിട്ട് വളരെ വ്യക്തമായി നമുക്ക് സൂറത്തുൽ അറാഫിലൂടെ വിവരിച്ചു തരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ബീവി ഹവ്വാഇന്റെയും ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. യാ ബനി ആദം, യാ ബനി ആദം ലാ ഓ മനുഷ്യ മക്കളെ, ഓ ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ, ശൈത്താൻ നിങ്ങളെ ദുർബോധനത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ശൈത്താന്റെ ദുർബോധനത്തിൽ പെടരുത്. എന്നിട്ട് അല്ലാഹു തആല അവന്റെ ദുർബോധനം വ്യക്തമാക്കുകയാണ്. മനുഷ്യൻ ഒരിക്കലും തന്നെ പെടരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു ആ ശൈത്താനിന്റെ ദുർബോധനം ഏത് നിലയ്ക്കാണ് വരുന്നത്. കമാ അഖറജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ لباسهما ليريهما من سوآتهما. ഓ ആദം സന്തതികളെ, നിങ്ങൾ ആരും തന്നെ ശൈത്താനിന്റെ വലയിൽ പെട്ടുപോകരുതേ. അവൻ ദുർബോധനം നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ പൂർവികരായ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവായ ആദ്യ പിതാവിനെയും ആദ്യ ഉമ്മയെയും ദുർബോധനത്തിലൂടെ വസ്ത്രം മുറിയപ്പെട്ടിട്ട് സ്വർഗലോകത്ത് നിന്ന് ഇറക്കി വിടാൻ കാരണക്കാരനായ ഇബ്ലീസിനെ വ്യക്തമായി പഠിച്ചുകൊള്ളണേ. ഇന്നഹു ലകും അദുവ്വും മുബീൻ,
അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് പരിശുദ്ധ ഖുർആൻ. വ്യക്തമായ ശത്രുവാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. ആ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും ആദ്യം നിങ്ങളുടെ മനസ്സിൽ ദുർബോധന നടത്തുന്നത് നിങ്ങളുടെ വസ്ത്രധാരണ രീതിയിലായിരിക്കും. ഇത് പരിശുദ്ധ ഖുർആനാണ് വ്യക്തമാക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാണ് നമുക്ക് അല്ലാഹു തആല വസ്ത്രം നൽകിയിരിക്കുന്നത്? എന്തിനാണ് നമുക്ക് അല്ലാഹു തആല വസ്ത്രം നൽകിയിരിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വസ്ത്രം 3 സൈസുള്ള വസ്ത്രമുണ്ട്, 3 രീതിയിലുള്ള വസ്ത്രം. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ. ഓ ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? അൽ ഊല, ഒന്നാമത്തേത് അല്ലാഹു പറയുന്നത് യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. ഒന്നാമത്തെ ലക്ഷ്യം നഗ്നത മറയ്ക്കുക എന്നതാണ്. രണ്ടാമത്തേത് വരീശാ, നിങ്ങൾക്ക് പക്ഷികൾക്ക് തൂവലോ അവർക്കൊരു അലങ്കാരമായതുപോലെ അലങ്കാരവും പ്രൗഢിയും കാണിക്കുന്ന വസ്ത്രവും നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. നല്ല വസ്ത്രം, മേന്മയുള്ള വസ്ത്രം. പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല പരിശുദ്ധമായ നല്ല തൂവുള്ള വസ്ത്രം, ശുഭവസ്ത്രധാരിയായി. എത്ര കാരണവന്മാരാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ, ജമാഅത്തിന് പോകുമ്പോൾ, വെള്ളിയാഴ്ച ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല വസ്ത്രധാരികൾ എത്രയോ പേര് എന്റെ മുന്നിലിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വരീശാ, പക്ഷികൾക്ക് തൂവല് വളരെ അലങ്കാരവും പ്രൗഢിയുമായി അതിന് വർത്തിക്കുന്നത് പോലെ മനുഷ്യന് നല്ല അലങ്കാരവും പ്രൗഢിയുമുള്ളതായ നല്ല മൊഞ്ചുള്ള വസ്ത്രവും ഉണ്ടായിക്കൊള്ളട്ടെ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വലിബാസുത് തഖ്വാ ദാലിക ഖൈർ, തഖ്വയിൽ അധിഷ്ഠിതമായ മതബോധമുള്ള മതനിഷ്ഠ വരുത്തുന്നതായ വസ്ത്രം അഥവാ ശുഭവസ്ത്രം, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർ പള്ളിയിലേക്ക് പോകൽ, ആ രീതിയിലുള്ള വസ്ത്രം ധരിക്കൽ വലിയ വില കൊടുക്കാത്തതായ മീഡിയം നിലയ്ക്കുള്ള അവനവന്റെ സമ്പത്തിന്റെ സ്രോതസ് അനുസരിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കലാണ്. കരണീയമാണ്, ഏറ്റവും നല്ലതാണെന്ന് പരിശോധിച്ചു. വസ്ത്രം അല്പമൊക്കെ മഞ്ചുള്ളത് വേണം, തീരെ മഞ്ചില്ലാത്തതും തീരെ നല്ലതല്ലാത്തതും മോശമായ വസ്ത്രവും മുഷിഞ്ഞതായ വസ്ത്രവും അണിയാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു. ഏറ്റവും മോശമായ മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മലമുകളിലോ ഏതെങ്കിലും ദർഗയിൽ പോയിരുന്ന് തസ്ബീഹ് പിടിച്ചുകൊണ്ട് മക്കളെയും കുടുംബങ്ങളെയും പട്ടിണിക്കിട്ടുകൊണ്ട് കഴിയൽ, അതാണ് സൂഫിസം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അത്തരത്തിലുള്ള കുടുസായ ചിന്താഗതിയുള്ള മതമാണ്. പരിശുദ്ധ ഇസ്ലാം സൗന്ദര്യത്തെ ഇഷ്ടപ്പെടും. പരിശുദ്ധ ഇസ്ലാം നല്ല രീതിയിലുള്ള വസ്ത്രധാരണത്തെ ഇഷ്ടപ്പെടും. നല്ല വസ്ത്രം, നല്ല അലക്കി തേച്ച നല്ല വസ്ത്രം ധരിക്കാൻ പരിശുദ്ധ ഇസ്ലാം ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ചിന്താഗതിയുള്ള മതമാണ് ഇസ്ലാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുവിധത്തിൽ ഒരു സഹാബി വര്യം വന്നു, അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയപ്പോൾ വളരെ മോശമായ രീതിയിൽ വളരെ മുഷിഞ്ഞതായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൽ അഹ്വസ് അലക മാൽ, നിനക്ക് സമ്പത്തില്ലയോ, നിനക്ക് ധനമില്ലയോ,
മുഷിഞ്ഞ വസ്ത്രമെത്തുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ സവിധത്തിൽ വന്ന അബുൽ അഹ്വസ് എന്ന് പറയുന്ന പ്രവാചക പുങ്കവന്റെ പ്രിയപ്പെട്ട അനുയായിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ വ്യക്തിയോട് ചോദിച്ചു അത്രേ, അലകമാൽ, നിനക്ക് സമ്പത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബി വര്യനായ വ്യക്തി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വസ്ത്രമുണ്ട്, നല്ല രീതിയിലുള്ളതായ പണക്കാരനാണ് ഞാൻ, നല്ല രീതിയിലുള്ള ധനമുള്ള വ്യക്തിയാണ് ഞാൻ. മിൻ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ്, മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനം, ആടുമാട് ഒട്ടകങ്ങൾ എന്ന് വേണ്ട കൃഷിയും സാമ്രാജ്യവും കെട്ടിട സമുച്ചയങ്ങളും സർവ്വതുമുള്ള വലിയൊരു ധനാഢ്യനാണ് ഞാനെന്ന് പരിശുദ്ധ റസൂലിനോട് ആ വ്യക്തി പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ഉടനെ തന്നെ ആ വ്യക്തിയോട് പറഞ്ഞുവത്രേ, എന്നാൽ മനുഷ്യ, എന്നാൽ വ്യക്തിത്വമേ, ഇന്നല്ലാഹ യുഹിബ്ബു അയ്യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സർവ്വതും നൽകിയതായ പടച്ചറപ്പ്, നിനക്ക് ആരോഗ്യം നൽകിയ അല്ലാഹു, നിനക്ക് കാണുന്നതായ സർവ്വവിധ സമ്പത്തും നൽകിയ പടച്ചറപ്പ്, അവൻ നിന്റെ അടിമയാകുന്നു, അവന്റെ അടിമയാണല്ലോ നീ. ആ അടിമ യജമാനനായ പടച്ചറപ്പിന് നല്ല രീതിയിൽ നന്മ ചെയ്തുകൊണ്ട്, നന്മ പ്രകാശിപ്പിച്ചുകൊണ്ട് കഴിയൽ, അഥവാ അവൻ നൽകിയ അനുഗ്രഹത്തെ എടുത്തു കാട്ടൽ, അത് പരിശുദ്ധമായ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുണ്ട്, വല്ലാത്ത താല്പര്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ മുഷിഞ്ഞ വസ്ത്രത്തിൽ നടക്കലല്ല അല്ലാഹുവിന് ഇഷ്ടം, അല്ലാഹുവിന്റെ അടിമയാണ് നീ. ഒരടിമ യജമാനനായ പടച്ചറപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കൽ, അവന്റെ സമ്പത്തിന്റെ സ്രോതസ്സനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കൽ, അത് പരിശുദ്ധമായ ദീൻ അംഗീകരിച്ചതാണ്, അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ പണക്കാരായ ആളുകൾ, എത്രയോ പണക്കാരായ ആളുകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഉടുത്തുരുങ്ങിക്കൊണ്ട് അടുത്ത വീട്ടിലേക്ക് കല്യാണ സദസ്സിലേക്ക് പോകാനോ മറ്റുള്ള മംഗല്യത്തിലേക്കോ നല്ലൊരു പരിപാടിയിലേക്കോ പ്രോഗ്രാമിനോ പോകാനോ വേണ്ടി നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാത്ത എത്രയെത്ര പണക്കാരുണ്ട്. സ്വന്തം തന്നെ നല്ല വസ്ത്രം ധരിക്കാതെ മുഷിഞ്ഞ വസ്ത്രവും മുഷിഞ്ഞതായി ചരിച്ചുമിട്ടുകൊണ്ട് തന്റെ ധനം കയ്യിൽ കുറവാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മറ്റുള്ളവർ തന്നോട് കടം ചോദിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് നടക്കുന്ന എത്രയെത്ര മോശപ്പെട്ടതായ വ്യക്തിത്വങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് നൽകിയതായ സമ്പത്തിൻ്റെതായ ഒരു ഭാഗം അവർ ദർശനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനോടൊപ്പം അവരുടെ വസ്ത്രത്തിന് വേണ്ടിയും നല്ല രീതിയിൽ ചെലവഴിക്കട്ടെ എന്ന് പരിശുദ്ധ ഇസ്ലാം. എന്നാൽ ആ വസ്ത്രത്തിലും ലിമിറ്റുണ്ട്, ആ വസ്ത്രത്തിലും ലിമിറ്റുണ്ട്. അതാണ് അലങ്കാരവും പ്രൗഢിയുമുള്ള വസ്ത്രത്തെ വിവരിച്ചിട്ട് മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് വലിബാസുസ് തഖ്വാ ദാലിക ഖൈർ. അലങ്കാരവും പ്രൗഢിയുമുള്ള വസ്ത്രം മനുഷ്യന് അനുവദനീയമാണ്, അത് മനുഷ്യന് നല്ലതാണ്. അല്ലാഹു നൽകിയിരിക്കുന്നതായ അനുഗ്രഹത്തെ അത് പ്രകാശിപ്പിക്കലാണ്, പടച്ചറപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവൻ ധരിച്ചുകൊണ്ട് നടക്കലാണ്. കാര്യം ശരി തന്നെയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ പർദ്ദയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ പാൻസും ഷർട്ടുമൊക്കെ ധരിച്ചുകൊണ്ട് അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾക്കെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വിവരിക്കുന്നു. വലിബാസുസ് തഖ്വാ, മാന്യമായ വസ്ത്രമുണ്ടല്ലോ, മതബോധമുള്ള വസ്ത്രമുണ്ടല്ലോ, മറ്റുള്ളതായ ജനങ്ങൾക്ക് കൂടി മതനിഷ്ഠയും അവന്റേതായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പഠിക്കാൻ ഉതകുന്ന വസ്ത്രമുണ്ടല്ലോ, ദാലിക ഖൈർ, അതാണ് ഏറ്റവും കരണീയമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട നല്ല രീതിയിലുള്ള ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർ, ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് സ്ത്രീകൾ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതി നമുക്ക് ഇവർക്കും അല്ലാഹു നൽകട്ടെ. നോക്കൂ, നിങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച്
ഒന്നാമത്തേതായ ലക്ഷ്യം തന്നെ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ. നഗ്നത മറയ്ക്കാനാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നത്. അപ്പൊ ശരീരത്തിൽ അവിടെയും ഇവിടെയും കീറിയതായ വസ്ത്രങ്ങൾ, ശരീരത്തിൽ അംഗലാവണ്യങ്ങളെ എടുത്തു കാട്ടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ കൊണ്ട് അവൻ എവിടെയാണ് എത്തിച്ചേരുന്നത്, എവിടേക്കാണ് അവന്റെ പോക്ക്? സ്ത്രീകൾക്ക് അറിയില്ല അവരുടെ നഗ്നത എവിടം വരെയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മർഅതു ഔറാ, സ്ത്രീ മുഴുവനും ഔറത്താണ്. സ്ത്രീയുടെ ശരീരം മുഴുവനും ഔറത്താണ്. അവളുടെ മുടിയോ നഖമോ അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമോ മറ്റുള്ള അന്യരായ പുരുഷന്മാർ കാണാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിൻ, സ്ത്രീകളുടെ ശരീരത്തിൻ്റെതായ അംഗലാവണ്യം, അവരുടേതായ ശരീരത്തിൻ്റെതായ മാംസതലമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ അന്യരായ പുരുഷന്മാരെ കാണിക്കാൻ പാടില്ല. കാണിക്കാൻ പറ്റുന്നത് ഒരാൾ മാത്രമേയുള്ളൂ, ഇല്ലാ ലിബുഉലതിഹിൻ, അവളുടെ പ്രിയപ്പെട്ട സ്വന്തം ഭർത്താവിന്റെ അരികിൽ മാത്രമാണ്. ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ അവൾക്ക് അവളുടെ ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. ചില സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങളെ ആരും തന്നെ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, പുരുഷന്മാരെ നോക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും നോക്കാം, ഏത് വേഷനെയും നോക്കാം. ഇത് കേവലം തെറ്റിദ്ധാരണമാണ്. സ്ത്രീകൾക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ല അന്യപുരുഷന്മാർക്ക് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. അതുപോലെ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ഉമ്മു സലമ. അവർ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, വഅൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ ബീവി പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ഇരിക്കുമ്പോൾ എന്റെ കൂടെ വഇൻദഹു മൈമൂന, പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ മൈമൂന ബീവിയുമുണ്ട്. മൈമൂന എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മു സലമ എന്ന് പറയുന്ന പ്രവാചകന്റെ മറ്റൊരു ഭാര്യയും അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത അന്ധനായ വ്യക്തി കടന്നു വന്നു അത്രേ. ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ വ്യക്തി കടന്നു വരികയാണ്. ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ടതായ ഉമ്മു സലമയോടും മൈമൂനയോടും രണ്ടുപേരോടുമായി പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു, ഉമ്മു സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ. എന്ത്? കണ്ണ് കാണാത്തതായ അന്ധനായ ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടാളുകളും മറഞ്ഞു നിൽക്കണേ. ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അനുചരൻ. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റേതായ പ്രിയപ്പെട്ട ഭാര്യമാർ, പ്രിയപ്പെട്ട മംഗമാർ ചോദിച്ചു അത്രേ, ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും രണ്ടാളുകളോടും ലോകത്തിന്റെ നായകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കാരുണ്യത്തിന്റെ കേദാരമേ, അലസ്തുമാ തുബ്സിറാനിഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അലൈസ ഹുവ അഅമാ, അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. ഓ
പ്രവാചകരെ, അവിടുന്ന് പറഞ്ഞല്ലോ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അനുയായി വന്നപ്പോ അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചല്ലോ. അദ്ദേഹം ഇവിടെ വന്ന് അവിടുത്തെ ആവശ്യം എന്താണെന്ന് വെച്ചുകൊണ്ട് നിർവഹിച്ചിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? കാരണം കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. വന്നു, ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. അദ്ദേഹം വന്നു, ഞങ്ങളെ കാണുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു. പ്രവാചകരുടെ തിരുസവിധത്തിൽ അവിടുത്തെ ആവശ്യം നിർവഹിച്ചിട്ട് തിരിച്ചു പോകുമല്ലോ. ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ തെറ്റിദ്ധാരണയെ തിരുത്തി കൊടുക്കുകയാണ്. പ്രവാചക പൊങ്കവന്റെ രണ്ടാളുകളോടുമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരാകുന്ന ഉമ്മു സലമയോടും മൈമൂനയോടും രണ്ടാളുകളോടും ചോദിച്ചു അത്രേ, അലസ്തുമാ തുബ്സിറാനിഹി അഫമിയാ സലമ, മൈമൂന, എന്റെ പ്രിയപ്പെട്ട മംഗമാരെ, ഭാര്യമാരെ, നിങ്ങൾ രണ്ടാളുകൾക്കും അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ രണ്ടുപേർക്കും കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? നിങ്ങൾക്ക് രണ്ടാൾക്കും കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നയം. സ്ത്രീകൾക്ക് അങ്ങോട്ടും കാണാൻ പാടില്ല. അന്യപുരുഷന്മാർ സ്ത്രീകളെ ഇങ്ങോട്ടും ദർശിക്കാൻ പാടില്ലാത്തതുപോലെ തിരിച്ചും പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണെന്ന് പരിശുദ്ധ റസൂൽ. അൽ മർഅതു കുല്ലുഹാ ഔറ, സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ്. ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ, അവൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവൾ മുഖം കുനിക്കിക്കൊണ്ട് ആഭരണം കിലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവളുടെ പ്രവർത്തനം കാരണമായി അവൾ പരിശുദ്ധമായ ദീനിന്റെ ആജ്ഞകളും കൽപ്പനകളും തിരസ്കരിച്ചതിന്റെ പേരിൽ അവളുടെ പിന്നിലായിട്ട് ശൈത്താൻ വെളിവാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ കൂടെ എപ്പോഴും ശൈത്താൻ കൂടെ ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം അവരുടേതായ പ്രവർത്തനങ്ങളിലും നടത്തത്തിലും ഇരുത്തത്തിലും മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ ചാഞ്ചല്യം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ്. അന്യരായ പുരുഷന്മാരുടെ മേൽ വെളിവാക്കാൻ പറ്റുന്നത് തന്നെ പരിശുദ്ധ ഖുർആനും തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം നബവി റഹിമഹുല്ലാഹ്, ശാഫിഈ മദ്ഹബിലെ പ്രബലനായ ഇമാം, വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ പരിചയപ്പെടുത്തിയ വലിയുകളുടെ കൂട്ടത്തിൽ അത്യുന്നത വ്യക്തിത്വമായ ഇമാം നബവി റഹിമഹുല്ലാഹ് അവിടുത്തെ മജ്മൂ എന്ന് പറയുന്ന ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ലോകർക്ക് വിവരിച്ചു കൊടുക്കുന്നു എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് അന്യരായ പുരുഷന്മാരുടെ മുന്നിൽ ആകെ വ്യക്തമാക്കാൻ പറ്റുന്നത്. അന്യരായ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ മഹ്റമുകളായ വ്യക്തിത്വങ്ങൾ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, അവരുടെ മുന്നിൽ പോലും വ്യക്തമാക്കാൻ പറ്റുന്ന, വെളിവാക്കാൻ പറ്റുന്നതായ അവയവങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇമാം നബവി റഹിമഹുല്ലാഹ് ആ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായ നിലയിൽ നമുക്ക് പറഞ്ഞു من غير تبرج الوجه والرأس والرقبة والكفين. അന്യരായ പുരുഷന്മാർ അഥവാ മഹ്റമുകളായ വിവാഹബന്ധം നിഷിദ്ധരായ വ്യക്തിത്വങ്ങൾ അത്തരത്തിലുള്ളതായ വ്യക്തിത്വങ്ങളുടെ മുന്നിൽ വെളിവാക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് അവരുടെ മുഖവും മുൻകൈയും അവരുടെ കണങ്കാലിന്റെ താഴോട്ടുള്ള ഭാഗവും അവരുടെ തലയിലുള്ള ഭാഗവും മാത്രമാണെന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ്. വതസ്തുറു മാ സിവാ ദാലിക,
ഇതല്ലാത്തതായ മുഴുവൻ വസ്തുക്കളും മറച്ചുകൊണ്ട് നിൽക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം. ബാക്കിയുള്ള ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും വിവാഹബന്ധം നിഷിദ്ധമായ വ്യക്തികളുടെ മുന്നിൽ പോലും കാണിക്കാൻ പാടില്ല. ബാക്കിയുള്ള അവയവങ്ങളൊക്കെ പ്രദർശിപ്പിക്കൽ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മാത്രമാണ്. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മുഖവും മുൻകൈയും ശരീരത്തിൻ്റെതായ തലയുടെ ഭാഗവും പിരടി ഭാഗവും അതുപോലെ തന്നെ കണങ്കാലിന് താഴോട്ടുള്ള ഭാഗവും ഒക്കെയാണ് വിവാഹബന്ധം നിഷിദ്ധമായ വ്യക്തികളുടെ മുന്നിൽ പോലും സ്ത്രീകൾക്ക് കാണിക്കാൻ പറ്റുന്നത് എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നു. നമ്മളുടെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും അവരുടെ ശൈലിയും അവരുടെ കോലവും അവരുടെ രീതിയും ഒക്കെ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. മീൻ വാങ്ങിക്കാൻ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. മീൻ വാങ്ങിക്കാൻ വരുന്നതായ വ്യക്തികൾ മീൻകാരന്റെ മുന്നിൽ നിന്ന് വേണ്ട പാൽക്കാരന്റെ മുന്നിലും സകല ആൾക്കാരുടെ മുന്നിലും ശരീരത്തിന്റെ സകല അവയവങ്ങളും തുറന്നിട്ടുകൊണ്ട് കടകമ്പോളങ്ങളിലൂടെ നിരന്നതായ സ്ത്രീകളെല്ലാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ പോലും ദർശിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ സ്വന്തം ഭർത്താവുണ്ട്, പ്രിയപ്പെട്ട മക്കൾ 5-6 ഒരുത്തം പോലും തിരിഞ്ഞു നോക്കില്ല. മീൻ വാങ്ങാൻ നേരമാകുമ്പോ പ്രിയപ്പെട്ട ഉമ്മ തന്നെ പോയി വാങ്ങണം മീൻകാരനുമായിട്ട് അവിടെ നിന്ന് വർത്താനം. അവസാനം ഒരു സുപ്രഭാതത്തിൽ മീൻകാരന്റെ കൂടെ ഒളിച്ചോടുമ്പോഴാണ് അറിയുന്നത്, അപ്പോഴാണ് കേൾക്കുന്നത്, അപ്പോൾ ഖുർആനിലായി. പരിശുദ്ധ ഇസ്ലാമിന്റെ വാക്യങ്ങളും പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളും നമ്മൾ പഠിക്കണേ. സ്ത്രീകളുടെ ശരീരം മുഴുവനും അവളുടെ ഒരു മുടി പോലും വെളിയിൽ കാണാൻ പാടില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം. ഒരു മുടി പോലും അന്യരായ പുരുഷന്മാരെ ദർശിക്കുന്ന വിധത്തിൽ നടക്കാൻ പാടില്ല. ഇമാം നബവി റഹിമഹുല്ലാഹ് അത് മാത്രമാണ്. ഹജ്ജിന് പോകുന്നതായ ഒരു സ്ത്രീ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. അവരെല്ലാം പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയി. ലൗ ളഹറത് ശഅറത്തും മിൻ ശഅറാതിഹാ. ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, പരിശുദ്ധമായ ഉംറയ്ക്കോ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയ ഉമ്മ പരിശുദ്ധമായ തവാഫ് ചെയ്തതിന് ശേഷം ആ തവാഫിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ലൗ ളഹറത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ, അവളുടെ ഒരു മുടിയിൽ നിന്നെങ്ങാണം ഒരൊറ്റ മുടിയേയുള്ളൂ, അതെങ്ങാണം വെളിവായാൽ ഒരൊറ്റ മുടി, ആ മുടി മാത്രം വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധമായ പുണ്യഗേഹമുണ്ടല്ലോ, പരിശുദ്ധമായ കഅബ മുഴുവനും തവാഫ് ചെയ്തുകൊണ്ട് എല്ലാ നിലയ്ക്കും സായുജ്യം അണിഞ്ഞുകൊണ്ട് അവൾ മടങ്ങി വരികയാണ്. എന്നാൽ മനസ്സിലാക്കിക്കോ പെണ്ണേ, നീ മുടി ഒരെണ്ണമാണ് വെളിവാക്കിക്കൊണ്ട് തവാഫ് ചെയ്തിട്ടുള്ളതെങ്കിൽ റജഅത് ബിഗൈരി ഹജ്ജ്, റജഅത് ബിഗൈരി ഹജ്ജ്, ഹജ്ജിന്റേതായ പ്രതിഫലമില്ലാതെയാണ് അവൾ മടങ്ങുന്നത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട മസലകളാണ്. സ്ത്രീകളുടെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള സകല അവയവങ്ങളും മറന്നിരിക്കണമല്ലോ ഉംറ ചെയ്യുന്ന സമയത്ത് ഹജ്ജിന്റെ കർമ്മത്തിലെല്ലാം. ഇതല്ലാതെ ഒരു മുടി വെളിയിലേക്ക് ഇട്ടുകൊണ്ട് തവാഫ് ചെയ്ത് പൂർത്തിയാക്കി പരിശുദ്ധമായ ഹജ്ജ് ഉംറയും നിർവഹിച്ചു എന്ന് ഇരുവാരമാർക്ക് പെരുമ്പറയടിച്ചുകൊണ്ട് നാട്ടിലേക്ക് കടന്നു വന്നാൽ നിന്റെ ഹജ്ജും ഉംറയും സ്വീകാര്യമല്ല എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ്. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ നമ്മുടെ ഉംറകളും ഹജ്ജുകളും. മോശമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയൊരു വിഷയമാണ്. എത്രയെത്ര മസലകളാണ് ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കുക. സ്ത്രീകളുടെ കാല് പോലും ഔറത്താണെന്ന് പരിശുദ്ധ ഇസ്ലാം. അന്യരായ പുരുഷന്മാരെ സ്ത്രീകളുടെ ശരീരത്തിന്റെ കാല് പോലും കണങ്കാലിന് താഴ്പോട്ട് കാണിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ പഴയ ശൈലികളല്ലയോ, പഴഞ്ച മോഡലല്ലയോ എന്നല്ലേ മുസ്ലിയാക്കന്മാരെ ചീത്ത വിളിക്കുന്ന കോലഘട്ടങ്ങളിലേക്കല്ലേ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ, പ്രവാചകന്റെ സവിധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകൾ അവരുടെ കണങ്കാലിൽ നിന്ന് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടട്ടെ. തുർഖീ ശിബറൻ മിനസ്സൗബി, സ്ത്രീകൾ അവരുടെ കണങ്കാലിൽ നിന്ന് താഴേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടട്ടെ.